ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാവിൽ കപ്പലോടും രുചിയിലെന്ന് പറയില്ല, അതുപോലെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ മീൻ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ എപ്പോഴും മീൻ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണയ്ക്ക് നല്ലതുപോലെ ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/4 ടീസ്പൂണിനും കുറവായിട്ട് തന്നെ ഉലുവയും കൂടി, മുഴുവൻ ഉലുവ. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 വലിയ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഈ ചെറിയ ഉള്ളിയെല്ലാം ഇങ്ങനെ കണ്ണാടി പോലെ ഇങ്ങനെ ആകുന്നത് പോലെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്നും ഒരുപാട് മാറണം എന്നുള്ള ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാവുന്നതാണ്. എന്നാൽ ഇതുപോലെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയുടെ നല്ലൊരു മണമൊക്കെ ഒന്ന് കിട്ടിത്തുടങ്ങും. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 3 ചെറിയ പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. തക്കാളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാത്രം മാറിയാൽ മതിയാകും. അതായത് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ഇതൊന്ന് ചൂടാക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി മസാലകളൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 2 സ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി വേണം നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ തക്കാളി നല്ലതുപോലെ ആ പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ കുറുകിയ ചാറോടുകൂടി കിട്ടുന്ന മീൻ കറിയാണ് കേട്ടോ ഇത്. ഒരു പ്രത്യേക ടേസ്റ്റിലായിരിക്കും ഇത് ഉണ്ടാകുന്നത്. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറിയിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ഈ എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് ഇതുപോലെ. ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി. വെള്ളം ചെറിയ ചൂട് വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരല്പം മാത്രം മിതമായ രീതിക്ക് നമ്മുടെ മീൻ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുകയാണ്. ഈ തിളച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുടംപുളിയും കൂടി. ഞാനിപ്പോൾ ഒരു 4 പീസോളം കുടംപുളി എടുത്തിട്ടുണ്ട്, ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം.
ഉപ്പ് ഒരല്പം ഫ്രണ്ടിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നാലും തീരെ അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കരുത്, കാരണം മീനിൽ പിടിക്കാനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഉപ്പും പുളിയും എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങളും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അയല മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിന് മുകളിലായിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഒരു 10-12 മിനിറ്റ് മാത്രം മതി. അത്രയും സമയം കൊണ്ട് അവിടെ മീനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിരിക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്ത എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എന്ത് മാത്രം കട്ടിക്കാണ് നമ്മുടെ ഈ കറി കിട്ടിയിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് ഉണ്ടാവുന്നത്. ഉറപ്പായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മീൻകറി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. മീൻകറി എപ്പോഴും നമ്മൾ ഉടനെ കഴിക്കുന്നതിനേക്കാളും ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത്. അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ മീൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചൂട് പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ഇതുപോലെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.